റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിൽ റോബർട്ട് കിയോസാക്കി പറയുന്ന 7th ലെസൺ, ഫിയർ കീപ്സ് യു പുവർ. പലപ്പോഴും ഒരാളുടെ വിജയത്തിൽ നിന്ന് തടുക്കുന്ന പ്രധാനപ്പെട്ട കാരണം അയാളുടെ പേടിയാണെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും കുട്ടികളുണ്ടാവില്ലേ, അപ്പോൾ കുട്ടികൾ സൈക്കിളൊക്കെ ചവിട്ടാൻ വേണ്ടി പഠിക്കാറുണ്ടാവില്ലേ. ഈ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ അതിനകത്ത് വീഴും, അപ്പോൾ വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും പോവും, ചിലപ്പോൾ മുട്ട് പൊട്ടിയിട്ടുണ്ടാവും, അങ്ങനെ വീണ്ടും അവർ പഠിച്ച് അങ്ങനെയൊക്കെയല്ല സൈക്കിൾ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ചില കുട്ടികൾ ആ പഠനം അതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യും, പിന്നെ ഒരു 2 വീലർ പോലും പിന്നെ ഭാവിയിൽ ഓടിക്കുന്നുണ്ടാവില്ല അല്ലേ. ഇതേപോലെ പേടിയില്ലാതെ മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒരച്ഛൻ മക്കളെ വിളിച്ചിട്ട് 2 മക്കളെ വിളിച്ചിട്ട് 5 ലക്ഷം രൂപ വരെ കൊടുത്തു സമ്മാനമായിട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ആൾ 2 പേർക്ക് സന്തോഷമായി. ആദ്യത്തെ ആൾ എന്ത് ചെയ്തു, ആ 5 ലക്ഷം രൂപ നേരെ കൊണ്ടുവരും, ഭയങ്കര പേടിയ ആൾക്ക്. അപ്പോൾ ആ 5 ലക്ഷം രൂപ നേരെ കൊണ്ടുവരും ബാങ്കിൽ കൊണ്ടുപോയിട്ട് സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടിട്ട് 4% ഇൻട്രസ്റ്റ്. ഓക്കെ. രണ്ടാമത്തെ ആൾ, അയാൾക്കും ഭയങ്കര പേടിയാണ്. പക്ഷെ അയാൾ എന്ത് ചെയ്തു, അയാൾ ഇത് പയ്യെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. കുറേശ്ശെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യങ്ങളൊക്കെ പരാജയങ്ങളായിരുന്നു. ആദ്യത്തെ 6 മാസം കൊണ്ട് ഒരു 50,000 രൂപ ആൾക്ക് പോയി കിട്ടി. പക്ഷെ അതോട് കൂടിയിട്ട് ആൾ കൃത്യമായിട്ട് പഠിച്ചു, ഈ കാര്യത്തിൽ മുഴുവൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പഠിച്ചു. പിന്നെന്ത് സംഭവിച്ചത്, അടുത്തൊരു 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ ഒരു 4 or 5 ഇരട്ടിയായിട്ട് ആൾക്കത് വളർത്താൻ വേണ്ടി കഴിയുകയും ചെയ്തു. പഴയ ആൾക്ക് വീണ്ടും ആ പഴയ എമൗണ്ട് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ. ഇവിടെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുന്ന ആൾക്കാർ, റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ആൾക്കാർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടാവുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇതിനു മുമ്പ് റിസ്ക് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഒന്ന് കമൻറ്റ് ചെയ്തേ. എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.